എനിക്ക് സദ്യകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മധുരപ്പച്ചടികളാണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനായി പൈനാപ്പിളൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കുകയാണ് വേണ്ടത്. വേകാൻ ആവശ്യമായ ഉപ്പും കൂടെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഇപ്പം പഞ്ചസാര കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും നല്ല ജീരകവും പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. അരപ്പെല്ലാം അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. പൈനാപ്പിളിൻ്റെ കൂടെ തന്നെ മുന്തിരിങ്ങായി ഇടാറുണ്ട്. നമ്മൾ മുന്തിരിങ്ങ ഒന്നും ഇടാറില്ല, പൈനാപ്പിൾ മാത്രമാണ് ചേർത്ത് വെക്കുന്നത്. തൈര് ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കാനൊന്നും പാടില്ല. കൈകൊണ്ട് തന്നെ ഇളക്കി ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കൂടെ താളിച്ചതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ഒന്ന് അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.